ഹായ് ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്കൊരു മോർണിംഗ് റൊട്ടീൻ്റെ വീഡിയോ ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നേക്കുന്നത്. ഇന്ന് നിശ്ചക്കുടൻ, അതായത് എൻ്റെ മകൻ, അവനക്ക് ഇന്ന് സ്കൂളിലെ എക്സാം ഉള്ള ദിവസമാണ് കേട്ടോ. ഇത് എത്രത്തോളം സക്സസ് ആവുന്നൊന്നും എനിക്കറിയാൻ പാടില്ല, എന്നാലും നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ അതാ ഇനി നമുക്ക് നമ്മുടെ പണിപ്പുരയിലേക്ക് കയറാം കേട്ടോ. രാത്രി എല്ലാം തുടച്ച് സെറ്റായിട്ടതിന് ശേഷമാണ് കേട്ടോ ഞാൻ കിടക്കുള്ളൂ. അല്ലെങ്കിൽ നേരം വെളുത്തെണിക്കുമ്പോൾ എനിക്ക് ഭ്രാന്ത് പിടിക്കും. എല്ലാം നിരന്ന് പിടിച്ച് കിടക്കണ കാണുമ്പോൾ തന്നെ നമ്മുടെ മനസ്സ് മടുത്തു. അപ്പോൾ അതെല്ലാം ക്ലീൻ ചെയ്തിട്ടിട്ടാണ് കിടക്കണേ. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ അതാ നമുക്ക് ആദ്യം കഞ്ഞിക്കുള്ള വെള്ളം വയ്ക്കാം കേട്ടോ. കഞ്ഞിക്കുള്ള വെള്ളം വയ്ക്കുക, ഗ്യാസ് കുടിക്കാനുള്ള വെള്ളം വയ്ക്കുക കേട്ടോ. അതിൻ്റെ ഒപ്പം തന്നെ ചൂടാവട്ടെ. ഇതാ ഇത് കടലക്കറിയും പുട്ടുമാണ് ഉണ്ടാക്കണം. പുട്ടിന് പൊടി ഞാൻ രാത്രി തന്നെ വാട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അതെ, കടല ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഇത് കഴുകി വൃത്തിയായിക്കൊണ്ട് പറ്റേട്ടാ. അപ്പോൾ അതാ കടല ഇവിടെ കഴുകി കൊടുന്ന് വെച്ചിട്ടുണ്ട്. അതിനാവശ്യമായ ഉള്ളി സാധനങ്ങളൊക്കെ നമുക്ക് ക്ലീൻ ചെയ്ത് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. കടലക്കറിയുടെ റെസിപ്പി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇടല്ല കേട്ടോ. ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വേറെ ദിവസം ഇടാം കേട്ടോ. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ഇട്ടുകൊണ്ടിരിക്കാൻ സമയമില്ല. നമുക്കിത് ക്ലീൻ ചെയ്തിട്ട് കാണാം കേട്ടോ. ക്ലീൻ ചെയ്ത് ഞാൻ കട്ട് ചെയ്തിട്ട് കാണാം കേട്ടോ. അപ്പോൾ സവാളയും തക്കാളിയും നമുക്ക് അരിഞ്ഞെടുക്കാം കേട്ടോ. അപ്പോൾ അതാ കുടിക്കാനുള്ള വെള്ളം ചൂടായിട്ടുണ്ട് കേട്ടോ. നമുക്ക് വാങ്ങിക്കൊടുക്കാം. ഇനി നമുക്ക് കടൽക്കറി അടുപ്പത്തേക്ക് വയ്ക്കാം. ഇട്ട് കൊടുത്തു. അതുപോലെ അരിഞ്ഞു വെച്ചേക്കുന്ന സവാള, തക്കാളി, പച്ചമുളകും വെളുത്തുള്ളി എല്ലാവരുടെയും കൂടി ഇട്ട് കൊടുത്തു. ഇനി ഒരു ഇച്ചിരി ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുക്കുക കേട്ടോ. ഇത് നുള്ളു മഞ്ഞൾപ്പൊടി ഇട്ടാം. ഇതാ ഒരു കപ്പ് വെള്ളം. വെള്ളം ഒഴിച്ചിട്ട് എളുപ്പം മിക്സ് ചെയ്യാം കേട്ടോ. മിക്സ് ചെയ്ത് നമുക്ക് അടുപ്പത്തേക്ക് വെക്കാം. ഈ കടല വേവാൻ സമയമെടുക്കും. കടലിരുന്ന് വേവട്ടെ. അപ്പോഴത്തേക്ക് നമുക്ക് കൊച്ചിന് സ്കൂളിലേക്ക് കൊണ്ടുപോകാനുള്ള ലഞ്ച് ബോക്സിലേക്കുള്ളത് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പം അതാ പൊട്ടറ്റോ ഫ്രൈ ആണ് നമുക്ക് വേണ്ടത്. അവൻ എന്താണെന്ന് വെച്ചാൽ രാത്രി കിടക്കുന്നതിന് മുമ്പ് അവൻ പറഞ്ഞിട്ടായിട്ട് കിടക്കുള്ളൂ. നാളത്തെ ലഞ്ച് ബോക്സിലേക്ക് എന്താ വേണ്ടതെന്നുള്ളത് നമുക്കിനി ക്ലീൻ ചെയ്തെടുക്കാം. പൊട്ടറ്റോ ഫ്രൈ ഉണ്ടാക്കി മുട്ടയും പൊരിക്കണം കേട്ടോ. തീരെ ഡ്രൈ ഫ്രൈ അല്ല കേട്ടോ, ഒരു നോർമൽ ഫ്രൈ. ഞാൻ ചെയ്യുമ്പോൾ കാണിച്ചു തരാം. ഇപ്പോൾ കടല വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ.
നമുക്കിനി അതിലേക്ക് വേറൊരു കുക്കർ വെച്ചിട്ട് നമുക്കതിലേക്ക് പുട്ടിനുള്ളത് വെച്ച് കൊടുക്കാം. തേങ്ങ ഇട്ടു, അതിനിതാ പൊടി. ഇനി അതവിടെ നിന്ന് ആവി വരട്ടെ കേട്ടോ. ഇതാ പൊട്ടറ്റോ ഫ്രൈക്കുള്ള പൊട്ടറ്റോ ഇവിടെ കട്ട് ചെയ്ത് വെച്ചാണ് കേട്ടോ. ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് പൊട്ടറ്റോ അടുപ്പത്തേക്ക് വെച്ച് കൊടുക്കുക കേട്ടോ. ഒന്ന് വേവട്ടെ അവിടെ ഇരുന്ന്. നമുക്കത് മൂടി വെച്ച് കൊടുക്കാം. അപ്പോൾ അതാ മൂടി വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ പുട്ട് അവിടെ ആയി വന്നിട്ടുണ്ട് കേട്ടോ. നമുക്ക് അടുത്ത പുട്ടിനുള്ളത് വെച്ച് കൊടുക്കാം കേട്ടോ. പുട്ടാവുന്ന നേരം കൊണ്ട് ഞാൻ അലക്കാനുള്ള തുണി വാഷിംഗ് മെഷീനിലേക്ക് ഇട്ട് കൊടുത്തേ. എൻ്റെ അടുത്ത് പോയി നിക്കായും വീട്ടിലുള്ള ദിവസം നിക്കാക്ക് വണ്ടി പോകണ്ട കേട്ടോ. ഇക്ക വണ്ടി ഓടിക്കാൻ പോവാ. നിക്കാക്ക് ലീവുള്ള ദിവസം. അപ്പോൾ അതാ യൂണിഫോം ഞാൻ ഇവിടെ തേച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അല്ലെങ്കിൽ പോണ സമയത്തേക്കും ധൃതി അടിച്ചിട്ടുണ്ടെങ്കിൽ ശരിയാവില്ല. പോണ സമയത്തൊരു തല്ലിപ്പടയാണ്. അപ്പോൾ കണ്ടോ യൂണിഫോം ഇവിടെ തേച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടുക്കളയിൽ എന്തായി നോക്കാം. കടലക്കറി അടുപ്പത്തായിട്ടുണ്ട്. നല്ലോണം തിളയ്ക്കുന്നുണ്ട്. നമുക്കിനി ഓഫായി കൊടുക്കാം കേട്ടോ. കുറച്ച് നേരം തിളച്ച് കഴിഞ്ഞിട്ട് ഇതാ പുട്ട് ഇവിടെ റെഡി ആയിരിക്കണം. കടലക്കറി ശരിയായിട്ട് നമുക്ക് പൊട്ടറ്റോ ഫ്രൈ ഉണ്ടാക്കണം നോക്കാം കേട്ടോ. അതിൻ്റെ റെസിപ്പിൻ്റെ അകത്ത് ആഡ് ചെയ്യണ്ടേ. അപ്പോൾ കടലക്കറി വാങ്ങിട്ടോ. പുറത്ത് നല്ല മഴയാണ്. അപ്പോൾ ഇതാ മോൾക്ക് കുളിക്കാനുള്ള വെള്ളം അപ്പുറത്ത് വെച്ചിട്ടുണ്ട്. ഇതാ പൊട്ടറ്റോ ഫ്രൈക്കുള്ള ചീഞ്ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി എണ്ണ നല്ലോണം ചൂടാവട്ടെ. എണ്ണ ചൂടായി തുടങ്ങിയിട്ടുണ്ട്. ഇത് സവാള ഒരു അരമുറി സവാള നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. സവാള ഒന്ന് മൂത്ത് വന്നു നല്ലോണം. നമുക്ക് അത് ഇച്ചിരി കറിവേപ്പില ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതെവിടെയൊന്ന് മൂക്കട്ടെ. സവാള നല്ലോണം മൂക്കട്ടെ. അപ്പോൾ അതാ നല്ല മഴയാട്ടോ പുറത്ത്. മഴ പെയ്ത് മാറി കണ്ടോ. നേരം വെളുത്ത് വരണേ ഉള്ളൂ. ഇത് ഞങ്ങളുടെ സുന്ദരിപ്പൂച്ച. അവരോടും ചോദിക്കാനും പറയണ്ടൊക്കെ അവൾ അകത്തേക്ക് കയറിപ്പോണേ. അവൾക്ക് 3 കുഞ്ഞുമണികളുണ്ട്. അവരെ കാണിച്ചിട്ടേ. ഇതാണ് കുഞ്ഞൂസി. വെട്ടം കുറവാണേ. ഒരാളെ ഇതിലുണ്ട്. നല്ലോണം നേരം വെളുത്തിട്ട് കാണിച്ചു തരാം കേട്ടോ കുഞ്ഞുങ്ങളെ. ഉള്ളിവിടെ ഹാജരായിട്ടുണ്ട്. പിന്നെ ഉണ്ടോ
അപ്പോൾ നമ്മൾ പുറത്തേക്ക് പോയ നേരം കൊണ്ട് സവാള നല്ലോണം മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇവിടെ മൂക്കണം കേട്ടോ. 1 മിനിറ്റോടെ നല്ലോണം മൂത്ത് തന്നെ. ഇളക്കി കൊടുക്കാം. ഇനി ഇളക്കി കൊടുത്തില്ല ചിലപ്പോൾ കത്തിപ്പോവും, കരിഞ്ഞു പോകും. ഇപ്പോൾ മൂത്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഇച്ചിരി മുളക് പൊടി ഇട്ടിടും. ഇച്ചിരി മതി കേട്ടോ, കൊച്ചിനല്ലേ, ഒരുപാട് എരിവായാലും നമുക്ക് പാടില്ല. ഒരു ഇച്ചിരി മീറ്റ് മസാല ഇട്ട് കൊടുക്കണ്ട കേട്ടോ. നല്ലോണം ഇട്ട് കൊടുക്കാം. ഇനി വേവിച്ച് വെച്ചാണ് ഉരുളക്കിഴങ്ങിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഈ സമയത്ത് ഉപ്പൊക്കെ കുറവാണെങ്കിൽ ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. ഉരുളക്കിഴങ്ങ് വേവിച്ചപ്പോൾ ഉപ്പിട്ട് നല്ലോണം കൊടുത്തുകൊണ്ടിട്ട് അത്യാവശ്യം ഉപ്പൊക്കെ ഉണ്ട്. ഞാൻ എൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കല്ല. നിങ്ങൾക്ക് ഉപ്പ് കുറവാണെങ്കിൽ ഈ സമയത്ത് ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ട് കൊടുത്തേക്കാം. എന്താ 2 മിനിറ്റ് കഴിഞ്ഞ് ഒന്നുകൂടെ ഇളക്കി കൊടുക്കാം കേട്ടോ. ഇത്രേ ഉള്ളൂ കേട്ടോ. ഇനി ഇതിലേക്ക് വേറെ ഒന്നും ഇടാനില്ല. ഇനി നമുക്ക് ഗ്യാസ് ഓഫാക്കി കൊടുക്കാം. ഗ്യാസ് ഓഫാക്കി കൊടുക്കണ്ട കേട്ടോ. നമുക്കത് വാങ്ങിക്കാം. ഇനി കൊച്ചണിച്ച് വരുന്നതിന് മുമ്പ് ഞാനൊന്ന് ഓടിപ്പോയി കുളിച്ചിട്ട് വരട്ടെ കേട്ടോ. അപ്പോൾ കുളിച്ചില്ലെങ്കിൽ എൻ്റെ കുളി പിന്നീടാകുമ്പോഴത്തേക്കും നടക്കില്ല. പിന്നെ ആ സമയം നീണ്ടു പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ ഞാനൊന്ന് പോയി കുളിച്ചിട്ട് ഓടി വരാം കേട്ടോ. വെള്ളം ഒഴിയുന്ന ചൂടാവണം. ഇത് മൂടി വെച്ച് കടലക്കറി മൂടി വെച്ചിട്ട് നമ്മൾ കുളിച്ചിട്ട് കാണാം. അപ്പോൾ കുളിയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. ജസ്റ്റ് ഒരു പുട്ടി വർക്കോടെയും ചെയ്തിട്ടുണ്ട് കേട്ടോ. പുട്ടി വർക്കെന്ന് വെച്ചാൽ ഇച്ചിരി പൗഡർ ഇട്ട് കണ്ണെഴുതി, അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല കേട്ടോ. ഇനി നമുക്കുള്ള ചായ കുടിച്ചാലോ. കുളിക്കാൻ പോണതിന് മുമ്പ് ചായ വെച്ചിട്ടാട്ടോ ഞാൻ കുളിച്ച് കഴിഞ്ഞ് വരുമ്പോൾ തന്നെ ഉള്ള ചായ കിട്ടിയില്ലെങ്കിൽ ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ്. ഉള്ള ചായ ചായ കുടിച്ച് ഒത്തിരി നേരം അങ്ങനെ ഇരിക്കാനൊന്നും സമയമില്ല കേട്ടോ. ചായ കുടിച്ച് കഴിഞ്ഞാൽ അപ്പം തന്നെ പോയി മോനെ വിളിക്കണം. മോനെ എണിച്ചിട്ടില്ല. അവനെ എണിച്ച് പല്ലേപ്പിച്ച് കുളിപ്പിക്കണം. പിന്നെ ചായ കൊടുത്ത് വിടാറാവും. അപ്പോഴത്തേക്കും 8:15 അവൻ്റെ വണ്ടി തന്നെ. അപ്പോൾ സമയം 7 മണി കഴിഞ്ഞു. അപ്പോൾ ആദ്യം പോയി അവനെ ഓടിപ്പോയി വിളിച്ചിട്ട് പറ്റേ കേട്ടോ. ഇച്ചുകുട്ടാ ഇച്ചുകുട്ടാ എനിക്ക് ഡോക്കി ഇച്ചു കാണാം കേട്ടോ. അപ്പോൾ ഇച്ചുകുട്ടൻ പരിചയിച്ചിട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് അങ്ങോട്ട് കൊണ്ടുപോകാനുള്ള ഇരിക്കാം കേട്ടോ. അപ്പോൾ മുട്ട പൊരിച്ചിട്ടുണ്ട് കേട്ടോ. അവനക്ക് ഉള്ളിയും മുളകൊന്നും പറഞ്ഞാൽ ഇഷ്ടമല്ല. ജസ്റ്റ് ഉപ്പ് മാത്രം ഇട്ടൊന്ന് കലക്കി പൊരിച്ചിട്ടേനെ കേട്ടോ.
അപ്പോൾ അത് അനിച്ചുകുട്ടൻ്റെ കുളിയെല്ലാം കഴിഞ്ഞു വന്നത് ഇക്ക അവനക്കിതാ പുട്ടുവാരി കൊടുക്കുക കേട്ടോ. അപ്പോൾ അത് അനിച്ചുകുട്ടന് കൊണ്ടുപോകാനുള്ള ലഞ്ച് ബോക്സ് റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. പൊട്ടറ്റോ ഫ്രൈയും മുട്ട വറുത്തതും പിന്നെ അതാ തൈര് പച്ചമുളകും ഇഞ്ചിയും ഉപ്പൊക്കെ ഇട്ടൊന്ന് മിക്സിയിലൊന്ന് കറക്കിയെടുത്തു. അങ്ങനെ തൈരും ഇത്രയാണ് കേട്ടോ അവൻ്റെ ലഞ്ച് ബോക്സിലേക്ക് കൊണ്ടുപോകണേ. അപ്പോൾ അനിച്ചുകുട്ടൻ സ്കൂളിൽ പോകാൻ റെഡി ആയതാ ഇരിക്കണം കേട്ടോ. പോകുമ്പോൾ ഈ കോലത്തിൽ വിട്ടാലും വരുമ്പോൾ വേറെ കോലത്തിലാണ് കേട്ടോ തന്നെ ചെയ്തിട്ടതെല്ലാം കളഞ്ഞുകൊണ്ടേ വരുള്ളൂ. അപ്പോൾ കുളിച്ച് സെറ്റപ്പായി അവൻ പോകാൻ റെഡി ആയിട്ടിരിക്കുന്നുണ്ട്. ഇനി വാപ്പി റെഡി ആവാനേ താമസമുള്ളൂ കേട്ടോ. ഇതാണ് ഞങ്ങളുടെ കുഞ്ഞു സുന്ദരിപ്പൂച്ച. പിന്നെ എന്നാ അവളെ താഴെ ഇറക്കട്ടെ കേട്ടോ. അവളെ താഴെ ഇറക്കിയില്ലെങ്കിൽ മൊത്തം രോമം ചാടിക്കും. എന്നാ വാ 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 ചിഞ്ഞി വാ, അവൾക്ക് തീറ്റ കൊടുക്കട്ടെ കേട്ടോ. അവൾക്ക് രാവിലെ തന്നെ കയറി വന്നപ്പോൾ ഒരു പ്രാവശ്യം കൊടുത്തതാണ്. വീണ്ടും കയറി വരും. വാല് തുറക്കണ താമസമുള്ളൂ അകത്ത് കയറാൻ. ഇതാ പെണ്ണിനുള്ള തീറ്റ. ഞാൻ അവളവിടെ ഇരുന്ന് കഴിച്ചോളും. നമുക്ക് പോവാം. അപ്പോൾ അനിച്ചുകുട്ടൻ സ്കൂളിൽ പോണേയാണ് കേട്ടോ. ടാറ്റ എന്നേ. ടാറ്റാ. ഇവിടെ അടുത്ത് തന്നെയാണ് കേട്ടോ. ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ്. ബസ് വരും. അപ്പോൾ അതാ ഇക്ക അങ്ങനെ പോയി. ഒക്കെ വരുമ്പോഴത്തേക്കും ചായ കുടിക്കാനുള്ള എല്ലാം എടുത്ത് വയ്ക്കട്ടെ. വാ, പൂച്ച പിന്നെയും വന്നു. നിൽക്ക വരുമ്പോഴത്തേക്കും ചായ കുടിക്കാനുള്ളതെല്ലാം റെഡിയാക്കി വെക്കണം. ഇതാണ് ഞങ്ങളുടെ ഹാള്. ഇതാണ് ഞങ്ങളുടെ കുഞ്ഞി ടേബിള്. ഇത് ഇനി തയ്ക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ തുണി വെട്ടാനും കാര്യങ്ങളൊക്കെ ആയിട്ട് പണിയിപ്പിച്ചതാണ് കേട്ടോ. എൻ്റെ മുകളിൽ വേറെ ഷീറ്റൊക്കെ അടിക്കണം. പിന്നെ അതാ ആയിരിക്കണം എന്ന് പറഞ്ഞാൽ ഫാഷൻ ഡിസൈനിൻ്റെ കോഴ്സ് പഠിക്കേണ്ട ഓൺലൈനായിട്ടാണ്. അപ്പോൾ അതിൻ്റെ സാധനങ്ങളൊക്കെ ആട്ടോ അവിടെ ഇരിക്കണേ. വീണ്ടും അടുക്കളയിലേക്ക് പോവാം. കണ്ടോ, കൊച്ചു പോയി കഴിയുമ്പോഴത്തേക്കും പിന്നെ എല്ലാം ഇങ്ങനെ നിരന്നെടുക്കും. ഇനി ഇതെല്ലാം ഒന്ന് ഒതുക്കി പറക്കി ക്ലീനാക്കി വെക്കണം. അപ്പം ഇനി ചായ കുടിക്കാൻ നേരത്ത് കാണാം കേട്ടോ. അപ്പോൾ ദാ ഇക്ക തന്നെ നോക്കിയിരിക്കുക കേട്ടോ. ചായ കുടിക്കാനുള്ളതെല്ലാം എടുത്തു വെച്ചു. ഇക്ക വന്നിട്ട് വേണം. പക്ഷെ അതാ കൊച്ചിനെ കൊണ്ടുപോയിടാൻ പോയപ്പോഴത്തേക്കും നല്ല മഴ പൊടിയണേ ഉള്ളൂ. അത്യാവശ്യം നല്ലോണം പൊടിയുണ്ട്. എൻ്റെ അത് കാണാൻ പറ്റണ്ടോ എന്നറിയില്ല. മഴ നല്ലോണം പൊടിയുണ്ട്. കോട്ടുണ്ട്. ഇപ്പം തന്നെ വരും. അപ്പം അതയക്കാനുണ്ട് കേട്ടോ. അങ്ങനെ അതയക്കാന്നു. ഇനി ചായ കുടിക്കാം. അപ്പം അതാ നല്ല മഴയാണ് കേട്ടോ ഇങ്ങോട്ട്. കഥയിക്കാട പൂച്ചേനെ വിളിക്കണേ. കട പുറ പോണുണ്ടോ? ആര് വിളിച്ചാലും അതിൻ്റെ പുറകെ പോകും. അതാണ് ഞങ്ങളുടെ സുന്ദരിപ്പണി. തീറ്റയും കൊടുത്തു, രാവിലെയും കൊടുത്തു, അപ്പം ഇച്ചിരി മുമ്പ് കൊടുത്തു. പിന്നെ വെട്ടമല്ലല്ലോ. പിന്നെ അവളിക്കാനെ കേട്ടോ നോക്കണേ. ഒക്കെ മാറണതാണ് അവളെ നോക്കണേ. വേണ്ട. കടവറ പോയി. അപ്പോൾ അതാ ഇവിടെ ചായയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്.
ഉണ്ടോ? ഇത് ഇന്നലത്തെ ബീഫ് കറി കേട്ടോ. കടലക്കറി എടുത്ത് വയ്ക്കണം ഇനി. വാ, ഇനി കടലക്കറി എടുക്കാൻ പോകും നമുക്ക്. അത് തീർന്നു. ഇതാണ് നമ്മുടെ കടലക്കറി. കടലക്കറി എടുക്കാം കേട്ടോ. അപ്പോൾ കടലക്കറി എടുത്തു, കൊടുന്ന് വെച്ചു. ഇക്ക പുച്ചയെടുത്തുനിന്ന് വന്നിട്ട് വേണം എനിക്ക് ചായ കുടിക്കാൻ. ഇക്ക വാ, ചായ കുടിക്കാൻ വാ, വിശക്കണു. ഇക്ക വന്നിട്ട് കാണാം കേട്ടോ. അപ്പോൾ അങ്ങനെ ഇക്ക വന്നു, കഴിക്കണു. ഞാനും കഴിക്കും കേട്ടോ. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ പൂച്ചക്കുഞ്ഞുങ്ങൾ. ഞാൻ ആദ്യത്തെ വീഡിയോ കാണിച്ചു തന്നില്ലായിരുന്നോ? വീഡിയോയുടെ തുടക്കം നേരം വെട്ടമല്ലായിരുന്നു. ഇതുങ്ങൾ 3 കേട്ടോ. ഇതൊരാൾ, ദേ പോണു 2 പേര്. അയ്യോ, വീണുപോയി. മക്കളുടെ കുഞ്ഞുങ്ങളാണ് കേട്ടോ ഇത്. ഉണ്ടോ അമ്മയുടെ പുറകെ പോണുണ്ടോ? മറ്റേ 2 പേരും പോയിട്ട് അങ്ങോട്ട്. ഇയാൾ മാത്രമാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ചായ കുടിയും കഴിഞ്ഞ് കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞിരുന്ന് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ മഴയൊക്കെ മാറിയിട്ടുണ്ട് കേട്ടോ. വെയിലൊന്നും തുടങ്ങി. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടാണ് വീഡിയോ കാണാമുള്ളൂ. എന്നാലാണ് പുതിയ വീഡിയോ വരുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ കേട്ടോ.